കഞ്ചിക്കോട്ടെ പെപ്സി ഫാക്ടറി പൂട്ടിയത് ഓർമ്മയുണ്ടാകുമല്ലോ. കഴിഞ്ഞ ആഴ്ച ഡിവൈഎഫ്ഐ സഖാക്കൾ പ്രതീകാത്മകമായി പൂട്ടിയത്. ഈ സന്ദേശം, ഇതിന്റെ ശരിയായ സന്ദേശം പെപ്സി അധികൃതർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. പ്ലാച്ചിമടയുടെ പാഠം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഈ സ്ത്രീകൾ നൽകുന്നൊരു സമര സന്ദേശമുണ്ട്. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പെപ്സിയുടെ ഈ കൊടിയ ജലചൂഷണം അവസാനിപ്പിക്കുന്നത് വരെയുള്ള പോരാട്ടത്തിന് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എന്നാൽ കമ്പനി യഥാർത്ഥത്തിൽ തന്നെ പൂട്ടാൻ പോകുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഭാഗികമായി പ്രവർത്തനം നിർത്തിയത്രേ. വെള്ളം കുറഞ്ഞത് മൂലമുള്ള കാരണം കൊണ്ടാണ് കമ്പനി പ്രവർത്തനം നടത്തിയത്. തൊഴിലാളികൾ പ്രവർത്തനം നടത്തിയതല്ല. തൊഴിലാളികൾക്ക് 10 പണിയുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിൽ 2 പേർക്കേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഉദാഹരണമാണ് പറയുന്നതാണ്. ഭൂഗർഭജലം ഊറ്റുന്നതിന് ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കമ്പനി കരാർ തൊഴിലാളികളെ ഒഴിവാക്കി. ഉത്തരവ് കിട്ടിയോണ്ട് മാത്രമാണ് ഈ 150 ഉത്തരവ് കിട്ടി. ഞങ്ങൾ ജില്ലാ കളക്ടറെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. കാര്യം ഈ കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ജോലി കുറയുന്നു, അപ്പോൾ എന്തെങ്കിലും കൂടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ആ തൊഴിലിൻ്റെ ദിവസങ്ങൾ കൂടുമല്ലോ. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഈ പരിസരവാസികൾ തന്നെയാണ് ഇവിടുത്തെ കോൺട്രാക്ട് വർക്കേഴ്സും. അപ്പോൾ അവർക്ക് കുടിവെള്ളവും വേണം, വർക്കും വേണം. ഇത് രണ്ടും കൂടെ വെച്ചുകൊണ്ട് ഉള്ളൊരു നിലപാടിലേക്കാണ്, പൂട്ടണമെന്നുള്ളൊരു നിലപാടിലേക്കാണ് ഒരുപാട് പേര് എത്തിയത്. പൂട്ടണമെന്ന നിലപാടിലേക്ക് കുറച്ചു പേരൊന്നുമല്ല, ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ഭൂഗർഭജലമായി ഊറ്റിയെടുത്തുകൊണ്ട് കുടിവെള്ളം കൊള്ളയടിച്ചുകൊണ്ട് തടിച്ചു കൊടുക്കുന്ന ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ കീഴിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ജീവിക്കാനാണ് ഈ സമരം, ആരെയും അട്ടിമറിക്കാനല്ല, മനുഷ്യനെപ്പോൾ ജീവിക്കാൻ. ഡിവൈഎഫ്ഐ സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്, ജീവിത സമരം സിന്ദാബാദ്. കണ്ടില്ലേ, ഇവരാണ് പെപ്സി കമ്പനി പൂട്ടണം എന്ന നിലപാടിലെത്തിയവർ. ഇപ്പൊ പെപ്സി കമ്പനി ജലമെടുക്കുന്നത് നിർത്തി എന്ന നിലയിലുള്ള വാർത്തകളും പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോഴും പെപ്സി കമ്പനി വെള്ളമെടുക്കുന്നുണ്ട്. 6 ലക്ഷം ലിറ്റർ എന്നതിൽ നിന്ന് മാറി 1 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഇപ്പോഴും പെപ്സി കമ്പനി ഇവിടെ നിന്നും ഊറ്റുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1 ലക്ഷം ലിറ്റർ ജലമെടുക്കുന്നത് കൂടി നിർത്തിയാൽ കമ്പനി പൂട്ടിപ്പോകുമെന്നാണ് തൊഴിലാളികളുടെ പേടി. പ്രിയമുള്ളവരെ, ഈ സമരം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് വേണ്ടിയുള്ള സമരമല്ല. നമ്മുടെ നാട്ടിലെ പൊതുവായി ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു മുഖ്യ പ്രശ്നം എന്ന നിലയിൽ ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിന്, പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ കഞ്ചിക്കോട്ടെ പെപ്സി കമ്പനി പൂർണ്ണമായി പൂട്ടിക്കാനുള്ള പ്രക്ഷോഭം ഡിവൈഎഫ്ഐ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം എന്താണ് ഡിവൈഎഫ്ഐ പ്രസ്ഥാനമെന്ന്. ഡിവൈഎഫ്ഐ പ്രസ്ഥാനം പോലീസല്ല, പട്ടാളമല്ല. ഇനി ഏത് ശക്തി വന്നാലും അത് തടയണമെന്ന് പറഞ്ഞാൽ തടയുന്ന പ്രസ്ഥാനമാണ്, തടയുന്ന ചങ്കൂറ്റമുള്ള പ്രസ്ഥാനമാണ്. ആ നിലയിൽ വരുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ പ്രസ്ഥാനം. ആരുടെയെങ്കിലും തലയെടുക്കുമെന്ന് ആക്രോശിച്ച് ധീരത കാണിക്കുന്ന പ്രസ്ഥാനമല്ല ഡിവൈഎഫ്ഐ പ്രസ്ഥാനം. ഒരു നാടിന് വേണ്ടി, ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി തല നൽകാൻ തയ്യാറാകുന്നതാണ് ധീരത എന്ന് കണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ പ്രസ്ഥാനം. ആ നിലയിൽ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിന്റെ അവസാന പ്രവർത്തകൻ വരെ, മുകളിൽ നിന്ന് താഴെയുള്ള പ്രവർത്തകൻ വരെ ജീവൻ നൽകിയും ഈ പോരാട്ടം വിജയിപ്പിക്കും. അതൊരു നിലപാടാണ്, തല പോകുന്ന കേസാണ്. എന്നാലും കൃത്രിമ മഴ പെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് തല കൊടുത്തും ജലം സംരക്ഷിക്കുകയാണ്. ഒരു സംശയവുമില്ല.